ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. മണികൂടവും വജ്രകൂടവും ഇന്ദ്രസേനം മഹിമ വളർന്നെഴും ജ്യോതിഷ്മാൻ സുവർണവും ഹിരണ്യഷ്ഠീവം മേഘമാലയും ഇവ പേരായിരിക്കും സേതുശൈലവരങ്ങൾ ഏഴാകുന്നു. അരുണാരമണിയാം ഗിയുമം ഗിരസിയും അരചാം സാവിത്രി സുപ്രഭാതാഋതംഭരം പിന്നീതു സത്യം ഭരാ നദികളിവയേഴാകുന്നിതുശേ സേതുശൈലനന്ദിനികളായെങ്ങും. വർണ്ണങ്ങൾ നാലാകുന്നു ഹംസന്മാർ പദംഗന്മാർ അന്വഹമൂർദ്വായന സത്യാംഗനന്മാരെന്നെല്ലാം. 1000 സംവത്സരം ആയുസ്സുണ്ടെല്ലാവർക്കും ആത്മാവാം ആദിത്യനെ സേവിച്ചുമേ വീടുന്നു. സൂര്യനായതും നാരായണൻ താൻ തന്നെ നൂനം. ആര്യനാം മഹാവിഷ്ണുതാനല്ലോ ജഗത്തെല്ലാം. ചിത്പുമാനുടെ മഹാമായകൾ ഇത്യാദികളെപ്പോലെ തന്നെ പിന്നെ ദ്വീപുകൾ 5 വർഷത്തിൻ സംഖ്യകളും പൂരുഷഗുണങ്ങളും പരമായുസും ഭേദമില്ലടോ ധരാപതേ. പ്ലക്ഷദ്വീപിനെ ചുറ്റി ശർക്കരാബുധിയുള്ളു വിസ്താരമതു 2 ലക്ഷം യോജന തന്നെ. അതിൻ്റെ പുറമല്ലോ ശാൽമലദ്വീപം പുനരതു വിസ്താരം 4 ലക്ഷം യോജനയാകും. അവിടെ 100,000 യോജന ഉയർന്നുണ്ടൊരു ഇലവായ മരം ഗരുഡനിരിപ്പാനായി. അതിനാൽ ആ ദ്വീപിന്നു ശാൽമലമെന്നു പേരായതും ആ ദ്വീപിന് അധിപതിയാം യജ്ഞബാഹു തന്നോട പുത്രന്മാർക്ക് പകുത്തു കൊടുത്താൻ പോൽ എന്നതു സുരോചനം സൗമനസ്യവും ചെമ്മേ കേട്ടാലും രമണകം ദേവവർഷവും അതിശ്രേഷ്ഠമാം പാരിഭദ്രമാറാമദപ്യായനം. 7ാമത വിജ്ഞാതം ഇങ്ങനെ വർഷനാമം. 7 അധിപതികൾക്കു പുല്ലിംഗമായും ചൊല്ലാം. സ്വരസം ശരശൃംഗം വാമദേവവും കന്ദ പെരിയ മുകുന്ദവും പുഷ്പവർഷവും പിന്നെ സഹസ്രശ്രുതി എന്നു പർവ്വതങ്ങൾക്കു നാമം. മഹത്വമേറും അനുമതിയും സിനീവാലി പിന്നേതു സരസ്വതി കുഹുവും രജനിയും നന്ദയും രാഗാ നദികൾക്കു പേരിവയെല്ലാം. വർണ്ണങ്ങൾ ശ്രുതധരന്മാർ വീര്യധരന്മാരും പിന്നെ കേൾ വസുന്ധരന്മാരിത്മധരന്മാരും. അവരെല്ലാരും വേദം കൊണ്ടു സോമനെ സേവിച്ച് അവനീ പദേ പരിവർത്തിച്ചിടുന്നു നിത്യം. ശാൽമലദ്വീപമതു ചുരന്നു പരന്നെഴും ചൊല്ലെഴും സുരാംബുധി വിസ്താരം 4 ലക്ഷം യോജന. അതിൻപുറമായതു
കുശദീപം യോജന ലക്ഷം അതുമെട്ടുണ്ടു പരപ്പെടോ. അവിടെ ഒരു കുശസ്തംഭമുണ്ടഗ്നി പോലെ, അതിൻ്റെ തേജസ്സു കൊണ്ട് അദിക്കിനു വിളങ്ങുന്നു. അതിനാൽ കുശദീപം അതിനു പേരായി വന്നു. മതിമാനായ ഭവാൻ അകമേ ധരിച്ചാലും അവിടേക്ക് അധിപതി ഹിരണ്യരേതാവു കേളവനും 7 പകുത്തേഴു പുത്രർക്കു നൽകി പേരുകൾ. വസുദാനവും ദൃഢരുചി പരഴും നാഭീഗുപ്തമങ്ങേതു സ്തുത്യവ്രതം. വിവിക്തം വാമദേവം എന്നിവ വർഷങ്ങൾ പോൽ, ചതുശൃംഗവും ചക്രം കപിലം ചിത്രകൂടം ദേവാനീകവും ഊർധ്വരോമാവും ദ്രവിണവും കേവലം സേതുശൈലമേഴിതെന്നറിഞ്ഞാലും രസകുല്യയും മധുകുല്യയും മിത്രവിന്ദ ശ്രുതവിന്ദയും ദേവഗർഭയും ഘൃതച്യുത മന്ത്രമാലയും ഇവ നദികൾ 7 സന്തതമോ കുശലന്മാർ കോപിതന്മാരും പിന്നെ അഭിയുക്തന്മാർ കുശലന്മാരെന്നിവ 4 അഭിധാനങ്ങൾ വർണ്ണങ്ങൾക്കുമെന്നറിഞ്ഞാലും കർമ്മകൗശലങ്ങൾ കൊണ്ടവരും അഗ്നിമയ ധർമ്മദേവനെ തന്നെ യജിച്ചു ഭജിക്കുന്നു. കർമ്മ കൗശലങ്ങൾ കൊണ്ടവരും അഗ്നിമയ ധർമ്മദേവനെ തന്നെ യജിച്ചു ഭജിക്കുന്നു. അതിനു പുറം ചുഴന്നിരിക്കും ഘൃതാംബുധി, അതുമുണ്ട് 8 ലക്ഷം യോജന പരപ്പെടോ. അതിനപ്പുറം ക്രൗഞ്ചദ്വീപെന്നു ധരിച്ചാലും അത് വിസ്താരം 16 ലക്ഷം യോജന. അവധിക്രമേണ വാച്ചിരിക്കും അവയെല്ലാം. അവിടെ ക്രൗഞ്ചമെന്ന പർവ്വതമാകുന്നതു ആചലമതു സുബ്രഹ്മണ്യന്റെ ശക്തിയേറ്റിട്ട് അതിപീഡിതമായിട്ടിരിപ്പോന്നെന്നാകിലും ക്ഷീരസാഗരത്തിലെ വാരികൊണ്ട് അനുദിനം വാരിധിനാഥൻ നനച്ചാവോളം രക്ഷിക്കയാൽ പിട കൂടാതെ മരുവും നിതൂധരാധരം. പാഠമായി ക്രൗഞ്ചദ്വീപ് എന്നതിനാൽ ചൊല്ലിയിടുന്നു. അദ്വീപിനധിപതിയായത് ഘൃതപൃഷ്ടൻ, പുത്രർക്കു പകുത്തുതാനൊക്കവേ കൊടുത്താൻ പോൽ. അമവും മധുരുഹം മേഘപൃഷ്ഠവും കേൾ, സുധാമവും ഭ്രാജിഷ്ഠവും ലോഹിതാർണസം തഥാ പിന്നേതു വനസ്പതി വരിഷമിവയേഴും എന്നതുപോലെ ശുക്ലം വർദ്ധമാനവും ചെമ്മേ. ഭോജനം ഉപബർഹണാഖ്യവും നന്ദനമെന്നും പിന്നെ സർവതോ ഭദ്രമെന്നും സേതുശൈലങ്ങളഭയാമൃതഭാര്യകയും പൂതയാം തീർത്ഥവതി വൃത്തിരൂപവതിയും ശുക്ലയും പതിവ്രതാഖ്യയും 7 നദീ. ശുക്ലയും പവിത്രവത്യാഖ്യയും 7 നദീ. മുഖ്യന്മാർ പുരുഷരും ഋഷഭ ദ്രവിണന്മാർ ദേവകന്മാരും ഇവ വർണ്ണങ്ങളറിയുക. ഭൂദേവാദി ചതുർവർണ്ണം ഇവിടെ എന്ന പോലെ ചിന്മയനായ ഭഗവാനെ നാരായണനെ അഞ്ജലി കൊണ്ട് സേവിച്ചിടുന്നിതവർ കേളും. അങ്ങനെയുള്ള മഹാക്രൗഞ്ചദ്വീപത്തെ ചുറ്റി പൊങ്ങി നിന്നെഴും ക്ഷീരവാരിധി വിളങ്ങുന്നു. വിസ്താരമതു 16 ലക്ഷം യോജന. ചിത്രമായ അതിമ്പുറം ശാഖദ്വീപത് പിന്നെ 32 ലക്ഷം യോജന വിസ്താരവും. മുൽപ്പാടിങ്ങനുക്രമാൽ
വർദ്ധിച്ചു വരും താനും. ശാഖമെന്നൊരു വൃക്ഷ സൗരഭ്യം പരന്നുള്ളത് ആകയാ ദീപതു മൂലമായതു നാമം. അവിടേക്ക് അധിപതിയായുള്ള മേധാതിഥി അവനെയും സുതന്മാർക്കു പകുത്തു നൽകിയിടിനാൻ. നാമങ്ങൾ പുരോജവവും മനോജവമങ്ങേ, ഭൂമികൾ പവനാമധൂമ്രാനീകവും പിന്നെ പാരതു ചിത്രരേഭം ബഹുരൂപവും വിഷധാരവും. ഇവ 7 വർഷങ്ങളാകുന്നതും കേവലം അധിപതികൾക്കു പുല്ലിംഗങ്ങളുമായി വരും അഭിധാനമെന്നത്രേ ഭേദമുള്ളൂ. ഈശാനമൂര് ശൃംഗം ബലഭദ്രവും ശതകേസരം സഹസ്രസ്രോതാദേവപാലം പിന്നെ സേതുശൈലങ്ങൾ മഹാനസം എന്നിവയേഴും ചേതസാതെളിഞ്ഞു കേട്ടിടുക പുനരിന്നും. നദികൾ അനഘമായി നദികൾ അനർഘയുമായുർദ്ധയെന്നും അങ്ങേതുഭയ പൃഷ്ടിയെന്നും അപരാജിതയെന്നും പിന്നേതു പഞ്ചപതി സഹസ്രശ്രുതി അങ്ങേതുന്നത നിജധൃതിയെന്നുമേഴറിഞ്ഞാലും. വർണ്ണങ്ങൾ ഹൃതവ്രതന്മാർ സത്യവ്രതന്മാരും പിന്നേതു ദാനവ്രതന്മാർ അനുവ്രതന്മാരും എന്നിവർ വായുവാത്മകനാകുന്ന ഭഗവാനെ തന്നെ സേവിപ്പൂ യമനിയമാദികളാലേ. ശാഖദീപതു ചുഴന്നിരിക്കും നിത്യം ദധിസാഗരം ദിശോടശലക്ഷം വിസ്താരത്തോടും. നിളയങ്ങതിൻ പുറം പുഷ്കര ദീപമത് കേൾ 64 ലക്ഷം യോജന തന്നെ വിസ്താരം. അവിടെ പൊന്മയമായിരിപ്പോരു പത്മമുണ്ടല്ലോ, 10,000 ഇതളോടും ബ്രഹ്മാവിന്നിരിപ്പതിനടുവിലാകുന്നീതു. തന്മൂലം പുഷ്കരദ്വീപെന്നു പേരുണ്ടായി വന്നു. അദ്വീപിൻ മധ്യേയൊരു സേതു പർവ്വതം മാനസോത്തരമെന്നുണ്ടല്ലോ, ലോകൈക പ്രസിദ്ധമായി ഉയരമതു 10,000 യോജന പോൽ. ഉയരത്തോളം തന്നെ പരപ്പുമുണ്ടു നൂനം. 4 ദിക്കിലും ലോകപാലന്മാർ 4 പേർക്കുമുണ്ടാലയങ്ങളും ഓരോന്നങ്ങതിൻ മുകൾ തന്നിൽ. അങ്ങനെയുള്ള മഹാമാനസോത്തരത്തിന്മേലെങ്ങുമേ വരുമാറും ആദിത്യരഥചക്രം എങ്ങനെ അറിയുന്നുമായതൻ മഹിമകൾ. ഇങ്ങനെയുണ്ടു കാണാകുന്നിതു ലോകങ്ങളിൽ. പിന്നെയ ദ്വീപിനധിപതിയാം വീതിഹോത്രൻ തന്നെ രമണകനാകിയ തനയനും ഘാതകിയാകും പുത്രൻ തനിക്കുമൊപ്പമൊപ്പം പാതി വെവ്വേറെ പകുത്തോരോന്ന് നൽകിയിടിനാൻ. അവിടെ ബ്രഹ്മാത്മകനാ ഭഗവാനെ മുക്തി ശിവസാധനമാകും അക്കർമ്മം കൊണ്ടു തന്നെ ഭക്തിയോടിരുന്നു സേവിക്കുന്നു സകലരും. പുഷ്കരദ്വീപത്തെയും ചുഴന്നു മരുവുന്നു. ശുദ്ധകീലാലയാശയമത്യന്തമത് കണ്ട് ശുദ്ധകീലാലാശയമത്യന്തമതുമുണ്ട്. പുഷ്കരദ്വീപത്തോടും വിസ്താരമനുക്രമാൽ അതിനുപുറം ലോകാലോകപർവ്വതത്തോളം പ്രതികാഞ്ചന ഭൂമി മാനസ വിമോഹനം. ആദിത്യാദികളുടെ രശ്മികളെല്ലാം ഒക്കെ സാദരം ലോകാലോകത്തിനകത്തടങ്ങിയിടും. ഔവണ്ണം വട്ടം കൂടി ഉയർന്നോന്നതു പാർത്താൽ 50 കോടി തന്നെ യോജന വിസ്താരമാം ഇക്ഷോണി മണ്ഡലത്തിൽ. 4 ശിക്ഷയാം ലോകാലോകത്തിനകം എന്നു നൂനം. അങ്ങനെയുള്ള ലോകാലോകമാങ്കിരീന്ദ്രന്മേൽ അങ്ങഹോ
ചതുർമുഖൻ തന്നുടെ നിയോഗത്താൽ നാലു ദിഗ്ഗജവരന്മാരും ആലംബഭൂതന്മാരായി നിൽക്കുന്നോരെന്ന് കേൾപ്പു. നാമങ്ങൾ ഋഷഭനും പുഷ്കരചൂടനെന്നും വാമനനെന്നും അപരാജിതനെന്നും തന്നെ. ഈ വണ്ണം ഭൂവിസ്താരമൊട്ടൊട്ടു ചൊല്ലി പിന്നെ കേവലം സ്വർലോകവും വിസ്താരം തത്തുല്യം പോൽ.